മുത്തശ്ശി മന്ത്രവാദം ചെയ്യുന്നതിനിടയ്ക്ക് തീയൊക്കെ പിടിച്ചിട്ട് ആ ഒരു ഷോക്കില് വെള്ളത്തിൽ വീണായിരുന്നു മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മാത്രമാണ് യൂറിയും അതിനെക്കുറിച്ച് കൂടുതലായി ആലോചിക്കുന്നത്. നേരത്തെ ഉറപ്പായിട്ടും ഗംഗോരി ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന അവളും ഒരിക്കൽ പോലും മറ്റൊരാളായിരിക്കും അതിന് കാരണമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇതെല്ലാം തന്നെ എട്ടടി പ്രേതം ചെയ്തതായിരിക്കുമെന്ന് അവളും ഉറപ്പിക്കുന്നു. അങ്ങനെയിരിക്കെ രാജാവ് യഥാർത്ഥത്തിൽ പണ്ട് നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു രാജാവിന്റെ അച്ഛൻ വളരെയധികം ഭ്രാന്തമായ രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ യൂറിയുടെ മുത്തശ്ശീനെ ആയിരുന്നു ആ ഒരു പ്രേതബാധ ഇല്ലാതാക്കുവാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. യൂറിയുടെ മുത്തശ്ശിയും അതിനു വേണ്ട മന്ത്രവാദവും മറ്റുമെല്ലാം ചെയ്തു. അങ്ങനെ ആ ഒരു മന്ത്രവാദം എല്ലാം തന്നെ അവസാനിച്ച സമയത്ത് പ്രേതവും രാജാവിന്റെ അച്ഛന്റെ ശരീരത്തിൽ നിന്നും പോയെന്നായിരുന്നു രാജാവ് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം അച്ഛൻ വീണ്ടും പഴയതുപോലെ പെരുമാറുവാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന പലരെയും കൊല്ലുകയും എന്നെ അച്ഛൻ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. എന്റെ അച്ഛന്റെ മരണത്തോടു കൂടി തന്നെ പ്രേതത്തിന്റെ ദേഷ്യവും വൈരാഗ്യവും എല്ലാം തന്നെ ഇല്ലാതായെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കാണ് എന്റെ മകനിലും പ്രേതം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഉള്ളതെന്ന് പോലും രാജാവും യൂറിയനെ അറിയിക്കുന്നു. ഞാൻ ഇവിടുത്തെ രാജാവ് ആയതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ആൾക്കാരെ രക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ അവരെ രക്ഷിക്കുവാനായിട്ട് എനിക്ക് നിന്റെ സഹായം കൂടിയേ തീരുവെന്ന് രാജാവ് യൂറിയോടും പറയുന്നു. അങ്ങനെ യൂറിയും അവിടെ നിന്ന് പോകുന്ന സമയത്താണ് എട്ടടി പ്രേതം ഉറപ്പായിട്ടും മുത്തശ്ശിയുടെ അടുത്ത് പ്രതികാരം ചെയ്തിട്ട് മുത്തശ്ശിയുടെ ആത്മാവിനെ കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്രയും കാലമായിട്ടൊരു പ്രേതത്തിന്റെ രൂപത്തിൽ മുത്തശ്ശി ഒരിക്കലും തന്നെ കാണുവാനായിട്ട് വരാതിരുന്നതെന്നൊക്കെ അവളും ഓർക്കുകയാണ്. ബിബിയും ഗംഗ്ചോരിയും കൂടി സംസാരിക്കുന്ന സമയത്ത് ഗംഗ്ചോരിയും ഒരു കാര്യം അവന്റെ അടുത്തായിട്ട് പറയുന്നു. അതായത് എട്ടടി പ്രേതം യോങ്ടാം വില്ലേജിൽ എത്തിയ സമയത്ത് എനിക്കും യൂറിയുടെ മുത്തശ്ശിയുടെ അടുത്ത് ആ പ്രേതം എത്തിയിട്ടുണ്ടെന്നും സൂക്ഷിക്കണമെന്നും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ യൂറി തന്നെ പലപ്പോഴായിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ അടുത്ത് സത്യങ്ങൾ തുറന്നു പറയുവാനായിട്ട് ഞാനും മടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂറിക്ക് മുത്തശ്ശിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും കുറ്റബോധത്തിലാണ് ഉള്ളതെന്ന രീതിക്ക് ഗംഗ്ചോരിയും പറയുന്നു. യൂറിയും ഗംഗ്ചോരിനെ കാണുകയാണ്. അങ്ങനെ ഇരിക്കെ നീ എന്തുകൊണ്ടായിരുന്നു എന്റെ മുത്തശ്ശിനെ കൊന്നിട്ടുണ്ടായിരുന്നത് എട്ടടി പ്രേതമാണെന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയാതിരുന്നതെന്ന് യൂറി ചോദിക്കുമ്പോഴത്തേക്കും അന്ന് നിനക്ക് 13 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അന്ന് എട്ടടി പ്രേതമാണ് നിന്റെ മുത്തശ്ശിനെ കൊന്നതെന്ന് നീ അറിയുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രേതത്തിന്റെ പിന്നാലെ നീ പോയേനെ. നിന്റെ മുത്തശ്ശിക്ക് പോലും ആ പ്രേതത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നിന്റെ ലൈഫ് തന്നെ റിസ്കിലാകുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു ഞാനാണ് നിന്റെ മുത്തശ്ശിനെ കൊന്നതെന്ന് നീ പറഞ്ഞ സമയത്ത് ഞാനും അതിനെതിരായിട്ട് ഒന്നും തന്നെ പറയാതിരുന്നതെന്നൊക്കെ അവനും അറിയിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ അവൾക്കും ഒരുപാട് വിഷമമൊക്കെ തോന്നുകയാണ്. യൂറിയുടെ മുത്തശ്ശിയുടെ മരണത്തിന് കാരണം എട്ടടി പ്രേതമാണെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അവൾ ആ പ്രേതത്തിനെതിരായിട്ട് പോയേക്കാം. അവളുടെ ലൈഫ് തന്നെ റിസ്കിലാണ്. സോ നീ വേണം അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി അവളുടെ കൂടെ തന്നെ നിൽക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് ബിബീനെ ആ ഒരു ചുമതല ഗംഗ്ചോരിയും ഏൽപ്പിക്കുകയാണ്. ഞാൻ നിന്റെ അനിയൻ ആയതുകൊണ്ട് തന്നെ നീ പറയുന്ന ഏതൊരു കാര്യവും ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് ബിബി പറയുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയും യൂറിയനെയും ഗംഗ്ചോരിയനെയും തമ്മിൽ തെറ്റിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ബിബിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അടിമത്തത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കണമെന്ന് വോണിയോന്റെ അടുത്തായിട്ട് രാജാവ് പറയുമ്പോഴത്തേക്കും വോണിയും രാജാവിന്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ്. യൂറി ഇപ്പോൾ കിണറ്റിലെ പ്രേതവുമായിട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം തന്നെ ബിബി കേൾക്കുകയും ചെയ്യുന്നു. ഇത്രയും കാലമായിട്ട് ഗംഗ്ചോരി ആയിരിക്കും എന്റെ മുത്തശ്ശീനെ കൊന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഗംഗ്ചോരിയുടെ അടുത്ത് ഒരുപാട് വെറുപ്പൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്നൊരു നിമിഷത്തിൽ ഗംഗ്ചോരി അല്ല അതൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയിക്കയില്ല എന്ന രീതിക്ക് യൂറി പറയുമ്പോൾ നിനക്ക് ഗംഗ്ചോരിയുടെ അടുത്തും ഒരു പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നുവെന്ന് കിണറ്റിലെ പ്രേതവും യൂറിയുടെ അടുത്തായിട്ട് പറയുന്നു. ഇതെല്ലാം തന്നെ ബിബിയെ കേൾക്കുമ്പോഴത്തേക്കും ബിബിക്ക് കൂടുതൽ ദേഷ്യമാണ് തോന്നുന്നത്. അതായത് ബിബിക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്നും പിന്നീട് തന്റെ പിന്നാലെ തന്നെ ഗംഗ്ചോരി എത്തണമെന്നുമാണ് അവന്റെ ആഗ്രഹം. അതേസമയം യൂറിനെ ഗംഗ്ചോരിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരിക്കലും സ്വർഗത്തിലേക്ക് ഗംഗ്ചോരി എത്തിക്കയില്ല. സോ എങ്ങനെയും തന്റെ സഹോദരനെ തന്റെ ഒപ്പം കൊണ്ടുപോവുക എന്ന രീതിക്കാണ് ബിബിയും ആലോചിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണുവാനായിട്ട് യൂൺകാപ്പും യൂറിയും എത്താറുണ്ടല്ലോ, എന്തിനാണ് അവർ നിന്നെ കാണുവാനായിട്ട് എത്തുന്നതെന്നുള്ള രീതിക്ക് രാജാവിന്റെ മുത്തശ്ശനും ഒരു ചോദ്യമൊക്കെ രാജാവിന്റെ മകന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. പക്ഷെ അവനും കണ്ണട ഉണ്ടാക്കുന്നതൊക്കെ പഠിക്കുവാനായിട്ടായിരുന്നു താൻ യൂറിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് കള്ളമാണ് മുത്തശ്ശന്റെ അടുത്തായിട്ട് പറയുന്നത്. സോ രാജാവും സത്യാവസ്ഥ എന്താണെന്ന് ഒരിക്കൽ പോലും ആരോടും പറയരുതെന്ന് ആ കുട്ടീനെ വാൺ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശനും മനസ്സിലാക്കുന്നു. കൂടാതെ ഈ ഒരു സമയത്തായിരുന്നു മുത്തശ്ശന്റെ രാജാവ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത്
അടിമത്വം ഇല്ലാതാക്കുവാനായിട്ട് താൻ തീരുമാനിച്ചുവെന്നും തന്റെ ഒപ്പം തന്നെ വോണിയു ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ വോണിയുവിനെ സ്റ്റേറ്റ് കൗൺസിലറാക്കി താൻ നിയമിക്കുന്നുവെന്നുമുള്ള രീതിക്കാണ് രാജാവും മുത്തശ്ശന്റെ അടുത്തായിട്ട് പറയുന്നത്. മുത്തശ്ശനും അതത്രയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും മറ്റു മാർഗങ്ങളില്ലാതെ രാജാവ് പറയുന്നതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നു. കൂടാതെ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഗംഗ്ചോരിയും വളരെ ദേഷ്യത്തിൽ രാജാവിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു കാഴ്ച മുത്തശ്ശനും ശ്രദ്ധിക്കുകയാണ്. സോ സാധാരണ ഒരു ജോലിക്കാരനും രാജാവും തമ്മിലുള്ള ബന്ധമല്ല അവർ തമ്മിലുള്ളതെന്ന് കങ്ചോരയുടെ ആ ഒരു വരവിൽ നിന്നും പോലും അയാൾ മനസ്സിലാക്കുന്നു. കൂടാതെ ഇപ്പോൾ യൂറിയുടെ കൂടെ ഉള്ളത് യൂൺകാപ്പല്ല, മറിച്ചൊരു ഇമോഗിയാണെന്ന് കണ്ണു കാണാത്ത മന്ത്രവാദി പറഞ്ഞതിനെ കുറിച്ചും അയാൾ ഓർക്കുകയാണ്. യൂറിയുടെ മുത്തശ്ശി എങ്ങനെയാണ് മരിച്ചതെന്നുള്ള കാര്യം ഒന്നും തന്നെ നീയായിട്ട് യൂറിയോട് പറയരുതെന്ന് ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. അങ്ങനെയിരിക്കെ നീ എന്തിനാണ് സത്യങ്ങളൊക്കെ യൂറിനെ അറിയിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് കങ്ചോരി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും സത്യങ്ങൾ ഞാനായിട്ട് പറഞ്ഞതല്ല, യൂറിയായിട്ട് തന്നെ മനസ്സിലാക്കി എടുത്തതാണെന്ന് രാജാവും അറിയിക്കുന്നു. എങ്കിൽ പോലും കങ്ചോരിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ നിന്നും കങ്ചോരിക്ക് യൂറിനെ ഇഷ്ടമാണെന്ന് രാജാവും കങ്ചോരിയുടെ അടുത്തായിട്ട് പറയുന്നു. അതേസമയം ഞാൻ ഒരിക്കലും അവളെ പ്രണയിക്കുന്നൊന്നുമില്ല, മറിച്ച് അവൾ കരയുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് ചോദിക്കുവാനായിട്ട് രാജാവിന്റെ അടുത്ത് താൻ എത്തിയതെന്ന് അവൻ പറയുമ്പോഴത്തേക്കും ആരെങ്കിലും നിന്റെ മുമ്പിലിരുന്ന് കരയുകയാണെങ്കിൽ നീ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് തയ്യാറാക്കണം. അവർക്കൊരു ഹഗ് ഒക്കെ കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ കരച്ചിൽ മാറിക്കോളുമെന്ന് രാജാവും ഗംഗ്ചോരിനെ ഉപദേശിക്കുന്നു. വീട്ടിൽ വെച്ച് ഗംഗ്ചോരിക്ക് യൂറിനെ ഫേസ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് ബിബിയും അതുപോലെ തന്നെ യൂൺകാപ്പിന്റെ അമ്മയും ശ്രദ്ധിക്കുകയാണ്. കങ്ചോരിക്ക് മനുഷ്യരെ ഒട്ടും തന്നെ ഇഷ്ടമില്ല. പിന്നെ നിന്റെ സഹായമൊക്കെ കങ്ചോരിക്ക് വേണ്ടത് കൊണ്ട് മാത്രമാണ് കങ്ചോരി നിന്റെ ഒപ്പം നിൽക്കുന്നത്. അത് കൂടാതെ അവൻ എട്ടടി പ്രേതത്തെ പിടിക്കുവാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഉദ്ദേശവും ഇല്ല എന്നൊക്കെ ബിബി ഇപ്പോൾ യൂറിയുടെ അടുത്തായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ കേൾക്കുന്ന യൂറിയും നിനക്ക് എന്നെ ഇഷ്ടമില്ലല്ലേ, അതുകൊണ്ടല്ലേ നീ ഇതുപോലെ ഗംഗ്ചോരിയുടെ രഹസ്യങ്ങളൊക്കെ എന്റെ അടുത്ത് പറയുന്നത്, ഞങ്ങളെ തമ്മിൽ അകറ്റുവാനായിട്ടാണോ നിന്റെ പ്ലാൻ എന്നൊക്കെ ബിബിയുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. സോ ബിബി പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ യൂറി മനസ്സിലാക്കി കഴിഞ്ഞു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ബിബിക്ക് ആകെ ദേഷ്യം തോന്നുകയാണ്. ബിബി മിനിസ്റ്റർ ക്വാക്കിനെ കാണുമ്പോഴത്തേക്കും അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവനും അത് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ആയിരുന്നു മന്ത്രമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു പേപ്പർ മിനിസ്റ്റർ ക്വാക്കിന്റെ അടുത്തുണ്ടെന്നുള്ള കാര്യം അവനും മനസ്സിലാക്കുന്നത്. മിനിസ്റ്റർ ക്വാക്ക് രാജാവിന്റെ മുത്തശ്ശനെ കാണുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന രാജാവ് ഇതുപോലെ തന്നെ അടിമത്വം ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ച സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമെല്ലാം തന്നെ റിവീൽ ചെയ്യുന്നത്. ഇപ്പോൾ വോണിയോനെ വീണ്ടും സ്റ്റേറ്റ് കൗൺസിലറൊക്കെ ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തവണ അടിമത്വം ഇല്ലാതാക്കുവാനായിട്ട് രാജാവിന് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരും അതിനെ എതിർത്താണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ യോൺകാപ്പിന്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇപ്പോഴും മിനിസ്റ്റർ പാക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ രാജാവിന്റെ മുത്തശ്ശനും ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ ഒരു പ്ലാനില് കണ്ണു കാണാത്ത മന്ത്രവാദിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കങ്ചോറിക്ക് യൂറിനെ വലിയ കാര്യമാണല്ലോ. അങ്ങനെ ഇരിക്കെ യൂറിനെയും അതുപോലെ തന്നെ യൂൺകാപ്പിന്റെ അമ്മേനെയും അപായപ്പെടുത്തുവാനായിട്ടായിരുന്നു അവര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സോ കണ്ണു കാണാത്ത മന്ത്രവാദി ഇപ്പോൾ പ്ലാൻ പ്രകാരം രാജ്ഞിയെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. രാജ്ഞിനെ കണ്ടിട്ട് വോണി ഇപ്പോൾ രാജാവിന്റെ കൂടെ നിൽക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മകന്റെ മരണത്തിനുള്ള പ്രതികാരം നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ വോണിയോനെയും രാജാവിനെയും തമ്മിൽ അകറ്റി നിർത്തണമെന്നുമുള്ള രീതിക്കാണ് മന്ത്രവാദിയും പറയുന്നത്. രാജ്ഞിയും ഇപ്പോൾ വോണിയോനെ വിളിപ്പിച്ചിരിക്കുകയാണ്. രാജ്ഞിയുടെ ഒരു അങ്കിളായിട്ട് വരും ഈ ഒരു വോണിയോ. എനിക്ക് രാജാവിന്റെ അടുത്ത് പ്രതികാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും രാജാവിന്റെ ഒപ്പം നിൽക്കുവാനായിട്ട് പാടില്ല. അഥവാ നിങ്ങൾ രാജാവിന്റെ ഒപ്പം നിൽക്കുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബുക്കും അതിലെ രഹസ്യവും ഇല്ലേ, അതെല്ലാം തന്നെ ഞാൻ പുറത്തു വിടുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കായിരിക്കും അതിന്റെ നഷ്ടമുണ്ടാവുക. എനിക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും ഏതറ്റം വരെയും പോകുമെന്നൊക്കെ ഓണിയുടെ അടുത്തായിട്ട് രാജ്ഞി പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തന്റെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി കാരണം വോണിയും രാജാവിന്റെ ഒപ്പം നിൽക്കാമെന്ന തീരുമാനത്തിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.